ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന്റെ ശബ്ദ സന്ദേശത്തിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. CPM-ന്റെ ദയനീയമായ അധപ്പതനമാണ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദരേഖയിലൂടെ പുറത്തു വന്നതെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. CPM ജില്ലാ നേതൃത്വത്തിലുള്ളവർ കവർച്ചാ സംഘമാണ്, അപ്പോൾ സംസ്ഥാന നേതൃത്വത്തിലുള്ളവർ കൊള്ളക്കാരാണെന്നും സതീശൻ പറഞ്ഞു. എല്ലാ വൃത്തികെട്ട ഇടപാടുകളിലും CPM നേതാക്കൾക്ക് പങ്കുണ്ടെന്നതിന്റെ വ്യക്തമായ തെളിവാണ് പുറത്തു വന്നതെന്നും വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു. ജില്ലാ നേതൃത്വത്തിലുള്ളവർക്ക് കോടികളുടെ ആസ്തിയുണ്ടെന്നും എല്ലാ തരത്തിലും കളങ്കിതരാണെന്നുമാണ് ഡിവൈഎഫ്ഐ നേതാവ് പറഞ്ഞത്. കരുവന്നൂരിൽ 400 കോടിയിലധികമാണ് പാവപ്പെട്ടവർക്ക് നഷ്ടമായത്. CPM നേതാക്കൾ സാധാരണക്കാരന്റെ പണം കൊള്ളയടിക്കുകയാണ്. ആ കേസിൽ ED അന്വേഷണം നടത്തിയിട്ട് എവിടെ പോയി? പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവരെ ഭീഷണിപ്പെടുത്തി BJPക്ക് അനുകൂലമാക്കി. കൊള്ളക്കാരുടെ സംഘമായി CPM ജില്ലാ നേതൃത്വം മാറിയെന്ന് പറയുന്നത് പ്രതിപക്ഷമല്ലെന്നും ഡിവൈഎഫ്ഐ ആണെന്നും സതീശൻ പറഞ്ഞു. പിണറായി സർക്കാരിന്റെ അവസാനത്തിന്റെ ആരംഭം കുറിച്ചിരിക്കുകയാണ്. KSU നേതാക്കന്മാരെ കയ്യാമം വെച്ച് കറുത്ത തുണിയിട്ടാണ് കോടതിയിൽ ഹാജരാക്കിയത്. അവർ തീവ്രവാദികളാണോ? കൊടും കുറ്റവാളികളാണോ? കേരളത്തിന്റെ പോലീസിന്റെ പോക്ക് എങ്ങോട്ടാണെന്നും സതീശൻ ചോദിച്ചു. രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന പോലീസുകാരാണ് ഈ സേനയിലുള്ളത്. ഇവരെല്ലാം CPM-ന്റെ എല്ലാ വൃത്തികേടിനും കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരാണ്. പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് KSU നേതാക്കളെ അറസ്റ്റ് ചെയ്തത്. പണ്ടൊക്കെ കോൺഗ്രസ് എല്ലാം പൊറുക്കുമായിരുന്നു, ഇനി ഇതെല്ലാം ഓർത്തുവെക്കും. ചെവിയിൽ നുള്ളി വെച്ചോ, ഈ വൃത്തികേട് കാണിക്കുന്ന ഉദ്യോഗസ്ഥൻ കാക്കിയിട്ട് നടക്കില്ല. ഇത്തരം കാടത്തരങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ്. ഒട്ടകപ്പക്ഷിയെപ്പോലെ മണ്ണിൽ തലപൂഴ്ത്തി നിൽക്കുകയാണ്. പിണറായിയുടെ മൗനം ഒരു ഭരണാധികാരിക്ക് ചേർന്നതല്ലെന്നും സതീശൻ പറഞ്ഞു. നിയമസഭാ സമ്മേളനത്തിൽ പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങളിലടക്കം മുഖ്യമന്ത്രിയെ കൊണ്ട് മറുപടി പറയിപ്പിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പിണറായി സർക്കാരിനെ പ്രതിപക്ഷം നിയമസഭയിൽ വിചാരണ ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ തങ്ങളുടെ ഭാഗമല്ലെന്നും രാഹുലിനെതിരായ നടപടി നേതൃത്വത്തിന്റെ ബോധ്യത്തിൽ നിന്നാണെന്നും സതീശൻ പറഞ്ഞു. കസ്റ്റഡി മർദ്ദനത്തിൽ മുഖ്യമന്ത്രിയെ കൊണ്ട് മറുപടി പറയിക്കും. ആരോഗ്യ മേഖല വെന്റിലേറ്ററിലെന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തും. പിണറായി ഭരണത്തിന്റെ വിചാരണയാകും നിയമസഭയിൽ നടക്കുകയെന്നും വി.ഡി. സതീശൻ ചൂണ്ടിക്കാട്ടി. രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ തങ്ങളുടെ ഭാഗമല്ലെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് തങ്ങളുടെ ബോധ്യത്തിൽ നിന്നാണ് രാഹുലിനെതിരെ നടപടിയെടുത്തതെന്നും വിശദമാക്കി. പൊതുസമൂഹത്തിന് മുന്നിൽ വലിയ മാതൃകയാണ് കോൺഗ്രസ് കാട്ടിയത്. അതിനാൽ തലയുയർത്തിപ്പിടിച്ചു തന്നെ നിയമസഭയിൽ UDF നിൽക്കും. റേപ്പ് കേസിലെ പ്രതികളുള്ളത് പ്രതിപക്ഷത്തല്ല, ഭരണപക്ഷത്താണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. രാഹുൽ സംഭവത്തിൽ വലിയ വിഷമമുണ്ടെന്ന് പറഞ്ഞ വി.ഡി. സതീശൻ കൂട്ടത്തിലൊരാൾക്ക് ഇത്തരത്തിൽ സംഭവിച്ചത് സന്തോഷകരമല്ലെന്നും വിശദീകരിച്ചു. പാർട്ടി നടപടി ഒറ്റക്കെട്ടായി എടുത്തതാണ്. നടപടിയുടെ ഉത്തരവാദി താൻ മാത്രമാണെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ താൻ അത് ഏറ്റെടുക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സതീശൻ ആവർത്തിച്ചു വ്യക്തമാക്കി.